മധ്യസ്ഥ ചർച്ചയ്ക്കെത്തിയ CPM ലോക്കൽ സെക്രട്ടറിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. കൊല്ലം കണ്ണനല്ലൂർ SHOയ്ക്കെതിരെയാണ് നെടുമ്പന നോർത്ത് ലോക്കൽ സെക്രട്ടറി സജീവിന്റെ പരാതി. ചാത്തന്നൂർ SCPക്ക് പരാതി നൽകിയിട്ട് നടപടി എടുത്തില്ലെന്നും സജീവ് പറയുന്നുണ്ട്. അനുഭവങ്ങളാണ് ബോധ്യങ്ങളാവുന്നതെന്ന പേരിൽ സജീവ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. പാർട്ടി വിരുദ്ധ പോസ്റ്റല്ലെന്നും പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്താൽ തനിക്ക് കുഴപ്പമില്ല എന്നും സജീവ വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്നു. എന്നെ വിളിച്ച് സിറ്റ് ഔട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് ഇയാൾക്കെടുത്ത് അവമര്യാദ പെരുമേത് ആരാ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതാണ് ഞാൻ സാറിൻ്റെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചത്. സാറ് ഈ പോലീസ് സ്റ്റേഷനിലെ സർവ അധികാരിയാണ്. എന്നെ പറ്റി ഇങ്ങനെ മോശപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, അത് ആരാന്ന് സാറൊന്ന് തിരക്കി പറയണം എന്ന് പറഞ്ഞു. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അന്നേരം ഇയാൾ പറഞ്ഞു ഞാൻ പറയണം അവരുടെ പേര്. എനിക്ക് യഥാർത്ഥത്തിൽ പേര് അറിയത്തില്ലായിരുന്നു. പിറ്റേതാണ് ഞാൻ പരാതിപ്പെട്ട പെൺകൊച്ചിൻ്റെ അടുത്ത് ഞാൻ പോയി ചോദിച്ചു ആരാ എങ്ങനെ ഞാൻ എന്തുവാ പറഞ്ഞെന്ന്. പിറ്റേന്നാണ് ഞാൻ അറിയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5-ാം തീയതി പരാതി ACPക്ക് കൊടുക്കുന്നതിൻ്റെ അന്നാണ് ഞാനിത് അറിയുന്നത്, എന്തൊക്കെയാ സംഭവം അവിടെ നടന്നതെന്നുള്ള കാര്യം. അദ്ദേഹം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എൻ്റെ പെടലിക്കെല്ലാം കൂടെ കുത്തിപ്പിടിച്ച് തള്ളിയത്. ഞാൻ ഒന്ന് ന്യൂറോ സംബന്ധമായിട്ട് തിരുവനന്തപുരം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. എനിക്ക് അതിനുശേഷം എൻ്റെ പെടലി എനിക്ക് അനക്കാൻ പോലും വയ്യ. പരാതിയായിട്ട് മുന്നോട്ട് പോവുക, നടപടി ഉണ്ടാവണം, അത്രയും. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, CPM നേതാക്കൾക്ക് പോലും പോലീസിനെ കൊണ്ട് രക്ഷയില്ല എന്നല്ലേ അറിയാൻ സാധിക്കുന്നത്? തീർച്ചയായും അതുതന്നെയാണ്. ഈ നെടുമ്പന നോർത്ത് ലോക്കൽ സെക്രട്ടറി സജീവാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഇത് ഫേസ്ബുക്കിലും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. അതായത് ഈ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ, അതായത് ഒരു കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ ചർച്ചയ്ക്കാണ് പോയത്. അതിനുശേഷം മറ്റൊരു കാര്യവുമായി, അതായത് ഈ ഒരു സ്ത്രീയോട് പോലീസ് ഉദ്യോഗസ്ഥൻ മോശമായി സംസാരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ, അതിനുശേഷം സ്റ്റേഷനിലെത്തി ഇത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സജീവിന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു കയ്യേറ്റം ഉണ്ടാകുന്നത്. സജീവിൻ്റെ ശരീരത്തിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ കുത്തിപ്പിടിക്കുകയും തുടർന്ന് മർദ്ദിക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെയാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട് ACPക്ക്, ചാത്തന്നൂർ ACPക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വകുപ്പ് കൂടെയാണ് ഈ ആഭ്യന്തരം. അത്തരത്തിൽ CPM നേതാക്കൾക്ക് പോലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും രക്ഷയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ ഈ ഒരു CPM നേതാവിന്, ലോക്കൽ സെക്രട്ടറിക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ കയ്യേറ്റം നേരിടേണ്ടി വന്നത് എന്നുള്ള കാര്യം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അനുഭവങ്ങളാണ് ബോധ്യങ്ങളാകുന്നത്. തനിക്കുണ്ടായ അനുഭവമാണ് അദ്ദേഹം ഈ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത്. ഇത് പാർട്ടി വിരുദ്ധമല്ല, പാർട്ടി തന്നെ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. ഇതേ കാര്യം അദ്ദേഹം പാർട്ടി നേതൃത്വത്തോടും അറിയിച്ചിരുന്നു. പക്ഷേ കാര്യമായുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു CAക്കെതിരെയും അതോടൊപ്പം തന്നെ ഈ കണ്ണനല്ലൂർ സ്റ്റേഷനിലെ SHO ആണ് തന്നെ മർദ്ദിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അതോടൊപ്പം തന്നെ അദ്ദേഹം അസുഖബാധിതനാണ്, അതിനു വേണ്ടിയിട്ടുള്ള മറ്റ് മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്, അദ്ദേഹത്തെയാണ് പോലീസ് മർദ്ദിച്ചെന്നുള്ള ആരോപണം വരുന്നത്. എന്തായാലും ഇന്നും അദ്ദേഹം, അതായത് സെപ്റ്റംബർ 4-നാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. 5-ാം തീയതി പരാതി നൽകുന്നു. ഇന്നും അദ്ദേഹം ACP ഓഫീസിൽ പോയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.